ഹലോ, ഇന്ന് നമ്മൾ ഒരു നമ്പറിൻ്റെ ഒരുപാട് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കില്ല. അതിൻ്റെ എല്ലാ ഫാക്ടേഴ്സും ആ ഫാക്ടേഴ്സിനെ ഒരു ടേബിൾ രൂപത്തിൽ എങ്ങനെ അറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് പഠിക്കുന്നത്. ഒരു ടേബിളൊക്കെ വരച്ചിട്ട് നല്ല വൃത്തിക്ക് അറേഞ്ച് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ നോക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ നമ്പർ എടുക്കാം. ഇത് നമ്മൾ 144 എന്ന നമ്പർ എടുത്ത് വിചാരിക്കുക. ഇതാണ് നമ്മൾ എടുക്കുന്ന നമ്പർ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ 144 ഫാക്ടറൈസ് ചെയ്യണം. അങ്ങനെ നമ്മൾ ഇതിനെ കുറേ ഭാഗങ്ങളാക്കിയിട്ട് ഭാഗിക്കുമ്പോൾ നമുക്കിതിനെ ഫസ്റ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് 72 എന്ന് കിട്ടും. അങ്ങനെയാണ് ഇതിനെ ഫുള്ള് ഫാക്ടർ ആക്കിയിട്ട് എഴുതാട്ടോ. ഓക്കെ അല്ലേ? ഇതെങ്ങനെ എഴുതുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ നോക്ക്, നമ്മൾ ഇതിൻ്റെ 144 നമുക്ക് എങ്ങനെ എഴുതും? നമ്മൾ 144 = 2 × 2 × 2 × 2. ഇപ്പോൾ ഇവിടെ വരെ എത്തിയില്ലേ? ഇനി 3 × 3 അല്ലേ? അപ്പോൾ നമ്മൾ അത് എഴുതാണ് 3 × 3. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാ ഫാക്ടറുകളും എഴുതിയില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഒരു ടേബിൾ വരയ്ക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ 2കൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അത് എഴുതും. 3 ഇല്ലാത്തത്. പിന്നെ നമ്മൾ ഒരു 3 എടുത്തിട്ട് ഇതിനെ കൊണ്ടൊക്കെ ആ ഫാക്ടേഴ്സിനെ കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൽ ഒരു 3 വന്നാൽ എന്ന് പറഞ്ഞായിട്ട് ഒരു കോളത്തിൽ എഴുതും. പിന്നെ 2 3 കൊണ്ടും ആ കിട്ടിയ ആൻസറിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേറെ എഴുതും. അതായത് നമുക്ക് എങ്ങനെ വരിക അറിയോ? ഉണ്ടാവും നമുക്ക് 144 എന്ന് കിട്ടിയിട്ടുള്ളതുണ്ടല്ലോ. ഇങ്ങനെ ടേബിൾ വരച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു സുഖം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ടേബിൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഏത് നമ്പറിനെയാണ് ഫാക്ടർ ആക്കിയിട്ടുള്ളതെന്ന്. ഈ ഒരു ടേബിൾ കണ്ടിട്ട് നിങ്ങൾ ഇതിൽ ഏത് നമ്പറിനെയാണ് ഫാക്ടർ ആക്കിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, ഇതിൽ ഏറ്റവും അവസാനത്ത് നിൽക്കുന്ന ഈ 144 എന്ന ഈ നമ്പറിലെ ഈ ഏറ്റവും അവസാനത്തിലുള്ള ആളുടെ ഫാക്ടേഴ്സാണ് ഈ കാണുന്ന എല്ലാ നമ്പേഴ്സും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഈ 144 ഫാക്ടേഴ്സ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 2 × 2 × 2 × 2 then 3 × 3 ഇങ്ങനെയല്ലേ കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ ഈ 2 എഴുതി, പിന്നെ 2 × 2 എഴുതി, ഒരു 1 നമുക്കുണ്ടാവും. പിന്നെ 2 × 2 × 2 ദെൻ 1 2 3 എഴുതിയില്ലേ? ഇനി 2 × 2 × 2 × 2 2 × 2 × 2 × 2. ഇപ്പോൾ നമുക്ക് 1ൻ്റെ ആ ഒരു 1 ഉണ്ട്, 2 ഒറ്റയ്ക്കുള്ളതുണ്ട്, ഇവിടെ ഒരു 4 ഉണ്ട്, ഇവിടെ നമുക്കൊരു 8 കിട്ടും, ഇവിടെ നമുക്കൊരു 16 കിട്ടും. ഈ കാണുന്ന നമ്പേഴ്സ് ഉണ്ടല്ലോ, ഇത് 2കൾ മാത്രമാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ 3കളെ മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ നോ 2 ഇല്ലെങ്കിൽ നമുക്ക് 1 എന്നാണ് കിട്ടുക. 1 2 ഒരു 2നെ നമ്മൾ നോ 3 ഒറ്റ 3യും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ, ഒരു 2നെ നമ്മൾ ഒറ്റ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് 2 അല്ലേ? ആ 2 ആണ് ഇത്. ഇനി 2 2കളെ മാത്രം, വേറെ 3യോ വേറെ ആരും ഇല്ലാതെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 4 കിട്ടും. അതാണ് ഇവിടെ 2 2കളെ 4 കിട്ടിയത്, ഒറ്റ 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ബോക്സ് എങ്ങനെ വരയ്ക്കുന്നത്? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ബോക്സ് വരയ്ക്കുമ്പോൾ നോ 2 എന്നൊരു കോളം കൊടുക്കുക. 1 2 2 2s 2 3കളെ 3 2s 4 2s. അതായത് നമുക്ക് ഇവിടെ 1 2 രണ്ടാമത്തെ 2 മൂന്നാമത്തെ 2 നാലാമത്തെ 2. അപ്പോൾ നമുക്കിവിടെ 4 2കളല്ലേ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് 4 കള്ളി കൊടുത്തു, 4 കോളം കൊടുത്തു. ഇവിടെ നമുക്ക് 2 3കളല്ലേ ഉള്ളത്. പിന്നെ ഇവിടെ നമ്മൾ 2 ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്ട്രാ കോളം കൂടെ വേണം കേട്ടോ. അപ്പം നമുക്ക് 5 എണ്ണം വേണം. ഇവിടെ നമുക്ക് 2 3കളല്ലേ ഉള്ളത്. അപ്പോൾ 2 അല്ല, നമ്മൾ 3 എണ്ണം അടിക്ക് വേണം.
ഒന്ന് ഒരു ത്രീക്കുള്ളത്, മറ്റേത് 2 3 ആകുമ്പോൾ ഉള്ളത്, മറ്റേത് 3 ഇല്ലാത്തപ്പോൾ ഉള്ള ഒരു കോളം കൂടെ നമ്മൾ എക്സ്ട്രാ വരയ്ക്കാം. എന്നിട്ട് നമ്മൾ 2ഉം 3യും ഒന്നുമില്ലെങ്കിൽ നമുക്ക് 1 എന്നൊരു ഫാക്ടർ ഉണ്ടാവും. ഒരു 2ഉം ഒറ്റ 3യും ഇല്ലെങ്കിൽ 2 എന്നുള്ളൊരു ഫാക്ടർ ഉണ്ടാവും. 2 2, അതായത് 2 × 2 4, ഒറ്റ 3യും ഇല്ലെങ്കിൽ നമുക്ക് 4 എന്ന ആൻസർ കിട്ടും. അതാണിത്. അങ്ങനെ നമ്മൾ ഈ വരി ഫുൾ എഴുതി. അത് കഴിഞ്ഞിട്ട് ഒരു 2, നോ 2, ഒറ്റ 2 എടുത്തിട്ടില്ല, നമ്മളൊരു 3 മാത്രമാണ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. 1 2 അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ 2 എന്ന് എഴുതുക. ഒരു 2 എന്ന് എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു 2നെ ഒരു 3 കൊണ്ട് ഗുണിച്ചാൽ, ഒരു 2നെ ഒരു 3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 6 എന്ന് കിട്ടൂലേ? അപ്പോൾ നമ്മൾ ഇതിൽ ഒരു 2നെ ഒരു 3 കൊണ്ട്, അപ്പോൾ നമ്മൾ 6ലേക്ക് അത് വെക്കുക. ഓക്കെ ആയല്ലോ? അങ്ങനെയാണ് നമ്മളിത് വരയ്ക്കുന്നത്. അതേപോലെ നമ്മൾ നോക്ക്, ഇവിടെ അങ്ങനെ നമ്മൾ ഈ കോളം കംപ്ലീറ്റ് ചെയ്യും. 2 2കളെ ഒരു 3 കൊണ്ട്, ഒരു 3 കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഫുൾ ഇട്ട്. ഒരു 3നെ കൊണ്ട് നമ്മൾ എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യം ഒറ്റ 3 ഇല്ല, ഒറ്റ 2 ഇല്ല, പിന്നെ ഒരു 2നെ കൊണ്ട് ആ 3നെ മൾട്ടിപ്ലൈ ചെയ്യും. പിന്നെ ഈ ഒരു 3നെ 2 2കളെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. പിന്നെ ഒരു 3നെ 3 2കളെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ദെൻ ആ ഒരു 3നെ 4 2കളെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആൻസർ. പിന്നെ 2 3കൾ എടുക്കുക. 2 3നെ ഒറ്റ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാതെ 3കളെ മാത്രം മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത് ഗുണിച്ചിട്ടുള്ളത് ഇവിടെ എഴുതാം. ആ 2 3കളെ കൂടെ 2 3 എന്ന് പറഞ്ഞാൽ 3 × 3, അതിൻ്റെ കൂടെ ഒരു 2നെ ഗുണിച്ചാൽ എത്രയാണോ കിട്ടുന്നത് അത് ഇവിടെ എഴുതാം. പിന്നെ 2 3കളും ഒരു 2 2കളും ഗുണിച്ചിട്ടുള്ളത് ഇവിടെ എഴുതും. 2 3കളും 2 3കളെ ഇവിടെ എഴുതുന്നത് 3 2കളെ കൊണ്ട് ഗുണിച്ചത്. അങ്ങനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് എഴുതുന്നത്. അതേപോലെ നമുക്ക് 720നെ ഫാക്ടേഴ്സ് ആക്കിയാലോ? അതായത് 720 എന്ന് പറഞ്ഞാൽ 720നെ നമ്മൾ ഫാക്ടറുകളാക്കുമ്പോൾ 720 നമുക്ക് 2 കൊണ്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 360 കിട്ടും. ഞാനിവിടെ വേഗം ഫാക്ടേഴ്സ് ആക്കട്ടെ കേട്ടോ. 2 180 2 90 245 3 15 3 5 ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഈ 720നെ എങ്ങനെ എഴുതാം? 720 = 2 × 2 × 2 × 2 × 3 × 3 × 5. ഇപ്പോൾ നമ്മൾ നേരത്തെ വരച്ചത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമുക്കിവിടെ ഒരു ടേബിളൊക്കെ വരയ്ക്കുമ്പോൾ 2കളുടെ കുറച്ച് 2കൾ ഉണ്ട് ഇല്ല നമുക്ക് പറഞ്ഞിട്ട് കുറച്ച് കോളംസ് വേണം. അതുപോലെ 3 ഉണ്ട്, ഒരു 3 2 3 ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കോളം വേണം. കൂടെ 5നും കൂടെ ഒരു കോളം വേണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ടേബിൾ വരയ്ക്കുക? അതായത് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. അപ്പം നമുക്കുള്ളത് എന്തൊക്കെയാ അറിയോ? നമുക്ക് 2 × 2 × 2 × 2 × 3 × 3 ഒരേപോലെയുള്ള പ്രൈംസിനെ ഞാൻ ഒരേ ഒരു ബ്രാക്കറ്റിലാക്കി എഴുതിയേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് 720നെ കിട്ടിയത് അല്ലേ? 720 ഈ തന്നിട്ടുള്ള ടേബിൾ 720ൻ്റെതാണ്. അതുകൊണ്ടാണ് 720 ഇതിലേറ്റവും ലാസ്റ്റ് വന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കി നമ്മൾ ഇത് വരച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ എഴുതുന്ന പോലെ തന്നെ നമ്മൾ എഴുതി. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഒരു 2നെ മാത്രം ഒറ്റ 2കൾ എടുക്കുന്നില്ല. നമുക്ക് 2കൾക്ക് കോളം വേണം, 3ക്കൊക്കെ കോളം വേണം. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര 2കളുണ്ട്? 1 2 3 4 2 അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങോട്ട് 5 കള്ളി വരയ്ക്കുക. എന്തിനാ 5 കള്ളി എന്ന് വെച്ചാൽ ഒന്ന് ഒറ്റ 2ഉം ഇല്ല എന്ന് പറഞ്ഞിട്ടൊരു കള്ളി, പിന്നെ ഒരു 2 ആണ്, 2 2 ആണ്, 3 2 ആണ്, 4 2 ആണ്. നമുക്കിവിടെ എത്ര 2 ഉണ്ടോ അത്രയും കോളം വരച്ച്. ഇനി അടിയിലേക്ക് തൊട്ടടുത്ത് നമുക്കുള്ള 3 അല്ലേ? 3 2 അപ്പോൾ നമ്മൾ 3 കോളം വരയ്ക്കാം. ഒന്ന് ഒരു 3ക്ക്, മറ്റേ 2 3ക്ക്, ഒന്ന് ഒറ്റ 3യും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കോളം കൂടെ വേണം.
പിന്നെ നമ്മൾ 5ന് വരയ്ക്കുക. 5ന് ഇനി ഇവിടെ കോളം വരയ്ക്കാൻ സ്ഥലമില്ല, ഇല്ലല്ലോ, ഒരു 5 അല്ലേ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ നമുക്ക് ശരിക്കും 2 കോളം വേണമല്ലോ. പക്ഷേ നമുക്ക് ഇനി ഇവിടെ കോളം വരയ്ക്കാൻ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, 5നെ കൊണ്ട് ഗുണിക്കാത്ത ഒരു പട്ടിക, ഒരു ടേബിൾ വരയ്ക്കും. പിന്നെ ഒരു 5ന് മാത്രമായിട്ട് ആ ടേബിളിന് ഒരു 5 എല്ലാ നമ്പേഴ്സിനെയും 5നെ കൊണ്ട് ഗുണിച്ചിട്ട് വരയ്ക്കും. ഇപ്പോൾ ഇവിടെ ഒരു 5ഉം കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ശരിക്കും 3 കോളം വരയ്ക്കണം, ആണല്ലോ. 3 കോളം വരയ്ക്കുന്നത് പറയുമ്പോൾ ഒന്ന് ഒരു 5ന് ഒറ്റ 5 ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു 5ന് പിന്നെ രണ്ടാമത്തെ 5ന്, അതായത് നമ്മൾ ഇതേപോലെ ഒരു കോളം വരയ്ക്കും. അവിടെ നമ്മൾ ഒറ്റ 5 ഇല്ലാത്ത ഒരു ടേബിളായിട്ട് വരയ്ക്കും. പിന്നെ നമ്മൾ അതിലുള്ള ഈ ആദ്യത്തെയുള്ള ഈ എലമെൻ്റ് ഉണ്ടാവുമല്ലോ, ഈ ടേബിള്, അതിൽ ഓരോ എലമെൻറ്റിനെയും ഒരു 5 കൊണ്ട് ഗുണിച്ചിട്ട് ഉള്ള ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ വരയ്ക്കും. ഇതാണ് 1, 5 സൈഡിലുണ്ടാവും. ഇനി നമ്മൾ ഇവിടെ 2 എണ്ണം വരികയാണെങ്കിൽ നമുക്ക് ശരിക്കും ഒരു പട്ടിക കൂടെ വേണം. കാരണം 2 5കളെ കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ന് പറഞ്ഞിക്കാണ്ട് 2 5 എന്ന് പറഞ്ഞിക്കാണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു ടേബിളിലെ എലമെൻസിനെയൊക്കെ നമ്മൾ 5 × 5നെ കൊണ്ട് ഗുണിക്കുക. അത് അല്ലെങ്കിൽ ഇതിലുള്ള എലമെൻസൊക്കെ നമ്പേഴ്സിനെ എല്ലാം നമ്മൾ ഒരു 5നെ കൊണ്ട് ആദ്യം ഗുണിച്ചിട്ടില്ലേ, അതിനെ ഒരു വട്ടം കൂടെ 5നെ കൊണ്ട് ഗുണിച്ചിട്ട് ഒരു പുതിയ ടേബിളും കൂടെ വരയ്ക്കുക. അങ്ങനെയാണ് നമ്മൾ ഈ ടേബിൾസൊക്കെ വരയ്ക്കണത്. ഓക്കെ ആയില്ലേ? നമ്മളിപ്പോൾ ഇതിനെങ്ങനെ ഒരു 5നെ കൊണ്ടും കൂടെ ഗുണിക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ ഒരു 1500 അങ്ങനെന്തോ ആണ് കിട്ടുക. നമുക്ക് അങ്ങനെ ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ സാധനം, 3600 കിട്ടും. ഇതെങ്ങനെ കിട്ടിയതെന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്തറിയോ, നമുക്ക് നേരത്തെ ചെയ്തില്ല, നമ്മൾ 2 × 2 × 2 × 2, അതേപോലെ 3 × 3, പിന്നെ എന്ത് ചെയ്തു, ഒരു 5 അല്ലേ നമുക്കുള്ളൂ. പക്ഷെ നമ്മൾ ഇവിടെ 2 5 കൊണ്ട് ഗുണിക്കുകയാണ്. ഇവിടെ 2 എന്നാണ് കേട്ടോ, 2. അങ്ങനെ നമ്മൾ ഗുണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, ഫസ്റ്റ് 2കൾക്ക് മാത്രമുള്ളൊരു കള്ളി വരച്ചു, നോ 2 ഒക്കെ കൊടുത്തു. 3കൾക്ക് ഒരു പള്ളി വരച്ചു, നോ 3 ഒക്കെ കൊടുത്തു. എന്നിട്ട് അതേപോലെ ആ ഒരു പട്ടിക, അതിൻ്റെ അതേപോലെ എത്ര പട്ടിക വരയ്ക്കണം, ഇവിടെ 2 5കളല്ലേ ഉള്ളത്. അപ്പോൾ നമ്മൾ 3 പട്ടിക വരയ്ക്കുക. അപ്പോൾ നമ്മൾ നോക്ക്, ഒരു ടേബിൾ, ഇത് ഒരു ടേബിൾ വരച്ചു, രണ്ടാമത്തെ ടേബിൾ വരച്ചു, മൂന്നാമത്തെ ടേബിൾ വരച്ചു അല്ലേ. ഇനി നോക്കി നമ്മൾ സാധാരണ പോലെ ഒറ്റ 2 ഇല്ല, ഒറ്റ 3 ഇല്ലെങ്കിൽ 1 എന്ന ആൻസർ എഴുതി. ഒരു 1ഉം ഒറ്റ 3, ഒരു 2 മാത്രമാകുമ്പോൾ 2 എന്ന ആൻസർ എഴുതിയും, 2 2 മാത്രമാകുമ്പോൾ 2 × 2 4, 3 2 മാത്രമാകുമ്പോൾ 8, 4 2 മാത്രമാകുമ്പോൾ 16. ഇങ്ങനെ നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഈ കിട്ടിയിട്ടുള്ള ഈ ഫസ്റ്റിലെ വരി ഉണ്ടല്ലോ, അതിനെയൊക്കെ നമ്മൾ 3 കൊണ്ട് ഗുണിച്ചതാണ് ഈ ഒരു വരി ഉണ്ടാവുക. അതായത് ഒരു 3നെ കൊണ്ട് നമ്മളിതിങ്ങനെ ഗുണിച്ചു. ഇപ്പം കിട്ടിയിട്ടുള്ള ഈ ഒരു വരി ഉണ്ടല്ലോ, 100ത്തെ വരി, ഏറ്റവും മുകളിലുള്ള വരി, ആ വരീനെ 2 3 കൊണ്ട് ഗുണിക്കുക. അതായത് ഇതിനെ 1 × 3 × 3. ഇത് പറഞ്ഞാൽ 3 × 1 × 3 ആണല്ലോ. ഇപ്പം ഇതുപോലെ ഇത് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള 18 എന്ന് പറഞ്ഞാൽ 2 × 3 × 3, 2 3നെ കൊണ്ട് ഗുണിച്ചത്. ഈ മേലത്തേനെ 3 × 3, 2 3നെ കൊണ്ട് ഗുണിച്ചിട്ടുള്ളതാണ് ഈ 36 കാണുന്നത്. അങ്ങനെ നമ്മൾ അത് ഫുള്ള് എഴുതി. എഴുതിയിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ സൈഡിൽ നമ്മൾ ഒറ്റ 5 കൊണ്ട് അതിനെ ഗുണിച്ചിട്ടില്ലല്ലോ. അപ്പം നമ്മൾ നോ 5 എന്നുള്ളൊരു കോളം അതിന് കൊടുത്തു. ഇനി നമ്മൾ ഈ കിട്ടിയിട്ടുള്ള ആ ഒരു ടേബിളില്ലേ, ഈ കംപ്ലീറ്റ് ചെയ്ത് ഈ ടേബിൾ, അതിനെ ഒരു 5 കൊണ്ട് ഗുണിച്ചിട്ട് ഒരു ടേബിൾ വരയ്ക്കുക. ഇനി നമ്മൾ അടുത്ത ടേബിൾ വരയ്ക്കുക. ആ ടേബിളിലെ എലിമെൻറ്റ്സ് ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ടേബിള് ഇതിന് 2 5 കൊണ്ട് ഗുണിക്കുക. അല്ലെങ്കിൽ ഇതിന് ഒരു 5 കൊണ്ട് ഗുണിച്ചാലും ആൻസർ കിട്ടും. കാരണം ഇവിടെ നമ്മൾ ഒരു 5 കൊണ്ട് ആദ്യം ഗുണിച്ചു, ഇനി ഒരു 5നെ കൊണ്ട് കൂടെ ഗുണിച്ചാൽ 2 5നെ കൊണ്ട് ഗുണിച്ചതുപോലെ ആയില്ലേ. അപ്പോൾ നമുക്ക് ഈ ടേബിൾ കിട്ടും. അങ്ങനെയാണ് ഈ ടേബിളുകൾ നമ്മൾ വരയ്ക്കുന്നത് കേട്ടോ.
നമ്മളെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഈ ടേബിൾ എങ്ങനെയൊക്കെയാണ് വരയ്ക്കുന്നത് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.